ആ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾ ബത്തേരിയിലെ ക്യാമ്പ് നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി എല്ലാ തലങ്ങളിലും അതിന് സജ്ജവുമാണ്. കേരളത്തിലെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഈ ആലപ്പുഴ നഗരസഭയിൽ SDPIയുമായിട്ട് ചേർന്നുകൊണ്ട് LDF ഒരു വികസന സമിതി പിടിച്ചെടുത്തിരിക്കുന്നു. അതേസമയം തന്നെ രാമഗിരി പഞ്ചായത്തിൽ BJPയും കോൺഗ്രസും പരസ്പര ധാരണ വന്നിട്ട് ഒരു വികസന സമിതി സ്ഥിര സമിതി തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെ ഒരു ധാരണകൾ വന്നിട്ടുണ്ട്. BJPയായിട്ടും അതേസമയം SDPയായിട്ടൊക്കെ LDFിന് ഒരു ധാരണ വന്നിട്ടുണ്ട്. മുൻകൈ എടുത്ത് തന്നെയുള്ള ധാരണയാണത്. അതായത് ഇന്നലെ എനിക്ക് വലിയ തമാശ ഒന്ന് AK ബാലൻ്റെ ഒരു പ്രസ്താവന ഇന്ന് കണ്ടു. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. AK ബാലൻ നടത്തിയ പ്രസ്താവനയല്ല, AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ SDPIയുടെ സഹായത്തോടുകൂടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് നേടാൻ CPM പരസ്യമായി നടപടിയെടുത്തിരിക്കുകയാണ്. അവരാണ് തിരിച്ചു പറയുന്നത് കോൺഗ്രസ് വന്നാൽ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. നിങ്ങൾ ആലോചിച്ചു വിരോധാഭാസം. എന്ത് പച്ച വർഗീയതയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPMന്റെ നേതാക്കന്മാരുടെ സ്ഥിതി. ഇതല്ലേ നടക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി യാതൊരു മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കുന്ന പ്രശ്നവുമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ് അക്കാര്യത്തിൽ. മറ്റത്തുകളുണ്ടായപ്പോൾ നിലപാട് വളരെ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. LDF മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഉന്നയിക്കുന്ന കാര്യമാണെങ്കിൽ കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വിളമ്പാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് സത്യം. അല്ല, CPM പ്രസ്താവന പിൻവലിക്കുന്നതുകൊണ്ട് തീരില്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയത വിളമ്പുന്ന രീതിയിലല്ലെങ്കിൽ അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. കാരണം ഇത് അതിന്റെ യഥാർത്ഥ വാസ്തവം ഇപ്പോൾ ആലപ്പുഴ കണ്ടു. SDPIയായിട്ട് മുന്നണി ഉണ്ടാക്കുന്ന അവര്. SDPI ആയാലും BJP ആയാലും വർഗീയ ശക്തികളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ ഈ ഒരു വളരെ വളരെ വില കുറഞ്ഞ ഒരു ആരോപണം, വർഗീയ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് യഥാർത്ഥ അന്വേഷണങ്ങൾ അതിന്റെ രീതിയിലോട്ട് പോയാൽ CPMന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്ന സ്ഥിതിയാണ്. അതിന്റെ വ്യാപ്തി ഓരോ ദിവസം കഴിയുന്നതിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ ഇന്ന് മാധ്യമങ്ങൾ വന്നിരിക്കുന്ന കാര്യം പത്മകുമാർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇൻവോൾവ്ഡ് ആണെന്നുള്ള വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും പാർട്ടി ഒരു നടപടിയുമില്ല. ഇപ്പോൾ പാർട്ടി ഇനിയും സംരക്ഷിക്കാൻ ഒരുപാട് ആളുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇത് അങ്ങേയറ്റത്തെ അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്ന ഒന്നുണ്ട്. SIT കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടം ഉണ്ടെന്നത് സത്യമാണ്. അതുകൊണ്ട് കോടതി മേൽനോട്ടമുള്ള മറ്റൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം നടത്താൻ. അത് ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നതാണ്. ആ കാര്യത്തിൽ കോടതി നടപടിയെടുക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ആദ്യം മുതലേ SITയുടെ മേലെ സമ്മർദ്ദമായിരുന്നല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ വരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, പഞ്ചായത്ത് ഇലക്ഷൻ വരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അപ്പോൾ അതിനകത്ത് SIT സമ്മർദ്ദത്തിന് ഇടയിലാണ്. ആ സമ്മർദ്ദം ഒഴിവാക്കാനാണ് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രമായിട്ടുള്ള ഒരു ഏജൻസി കോടതി നിരീക്ഷണത്തിൽ നടത്തണമെന്ന് ഇക്കാര്യത്തിൽ പറയുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടവര് ആരൊക്കെ അതിനകത്ത് പ്രതികളായിട്ടുണ്ടോ അവരെയൊക്കെ അകത്ത് കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതുമായിട്ട് കേരള സമൂഹം മുന്നോട്ട് പോകും. ഞങ്ങൾ ആ സമരത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ കേരളത്തിലെ ഈ കോൺഗ്രസിൽ അതായത് ഇപ്പം നേതാക്കളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഫീലുണ്ട്. ഈ സാധാരണ ചർച്ചകൾ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ ഘടകകക്ഷികളുടെ സീറ്റുകളെ സംബന്ധിച്ചുള്ള ധാരണകളും ചർച്ചകൾ ഇപ്പോഴും അവകാശവാദങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ആളുകളുടെ. അല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൽപ്പറ്റയെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യങ്ങൾ നടത്താൻ ഒരു സിസ്റ്റമുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. മുന്നണി ചർച്ചകൾക്ക് UDF തുടക്കം കുറിക്കാൻ പോവാണ്. അവിടെ ചർച്ചകൾ നടക്കും.
പബ്ലിക് സ്പേസിൽ ഇത്തരം ചർച്ചകൾ നടത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അത്രയൊന്നും വലിയ ചർച്ച അവിടെ ഇവിടെ ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതും ഒഴിവാക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ UDF വരുമ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നുണ്ട്. LDF-നാണെങ്കിൽ പിണറായി വിജയനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ UDF-ലേക്ക് വരുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും. അല്ല, അതിനൊക്കെ മറുപടി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. UDF ഒരു കാലത്തും അങ്ങനെ ഉയർത്തിക്കാട്ടാറില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മത്സരിക്കും, ജയിക്കും. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളുണ്ട്. ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോകും. ഇത് ഞങ്ങൾ പറഞ്ഞതാണ് പലവട്ടം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും പലപ്പോഴും ചെയ്തതാണ്, ഞങ്ങൾ മാത്രം ചെയ്തതല്ല. 16 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും ആ രീതിയിൽ തന്നെയായിരുന്നു.